എല്ലാവർക്കും നമസ്കാരം. മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കേരള PSC പ്രോഗ്രാമർ എക്സാമിനെ ബേസ് ചെയ്തിട്ടുള്ള ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിന്റെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യുന്നു. നമ്പർ ഓഫ് റിലേഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് റിലേഷൻസ് എന്തൊക്കെയാണ്, ഏതൊക്കെ ടൈപ്പ് റിലേഷൻസ് ഉണ്ട് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, എന്നാലും അത് ജസ്റ്റ് ഒന്ന് നമ്മൾ പറഞ്ഞു പോകും. എന്നിട്ട് നമ്പർ ഓഫ് റിലേഷൻസിൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതിന് മുമ്പ് PSC എക്സാമുകൾക്കും അതുപോലെ തന്നെ മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കും ചോദിച്ചിട്ടുള്ള നമ്പർ ഓഫ് റിലേഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെല്ലൈക്കണം കൂടെ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്ത ക്ലാസ്സുകളെല്ലാം കാണാൻ നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കുക. അതിൽ പ്ലേലിസ്റ്റിൽ പ്രോഗ്രാമർ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് കാണാം. അതിനകത്ത് നമ്മുടെ എല്ലാ ക്ലാസ്സുകളും പ്രോഗ്രാമർ എക്സാമിന് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളെല്ലാം അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 1. The number of binary relations on a set with n elements. n elements ഉള്ള ഒരു സെറ്റിലുള്ള ബൈനറി റിലേഷൻസ്. ബൈനറി റിലേഷൻസ് എന്ന് പറഞ്ഞാൽ റിലേഷൻ തന്നെ അല്ലെ. റിലേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു R എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിനോട്ട് ചെയ്യും. A എന്ന് പറഞ്ഞ സെറ്റിൽ നിന്നും A എന്ന് പറഞ്ഞ സെറ്റിലേക്കുള്ള റിലേഷൻ ആണെങ്കിൽ ആ R എന്ന് പറയുന്നത് എന്തിന്റെ സബ്സെറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു, A ക്രോസ് എയുടെ സബ്സെറ്റ് ആണെന്ന് പറഞ്ഞു അല്ലെ. ഇനി നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ A ക്രോസ് A നമ്മൾ പഠിച്ചിട്ടുണ്ട്. A ക്രോസ് എയിൽ എത്ര എലമെന്റ്സ് ഉണ്ടാവും? നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ A ഇൻറ്റു നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ B അല്ലെ, അല്ലെങ്കിൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ A ഇൻറ്റു നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ A തന്നെ, അതായത് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ A ദ ഹോൾ സ്ക്വയർ. ഇതാണ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ A ക്രോസ് A എന്ന് പറയുന്നത്. അപ്പോൾ n എലമെന്റ്സ് ഉള്ള ഒരു സെറ്റിന് എത്ര സബ്സെറ്റുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്കറിയാം 2n ആണ് അല്ലെ. അപ്പൊ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് A ക്രോസ് A ക്രോസ് എയുടെ സബ്സെറ്റുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 2 നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ A ക്രോസ് A. ക്രോസ് എയിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? n ഓഫ് A ദ ഹോൾ സ്ക്വയർ. അപ്പൊ 2 n ഓഫ് A ദ ഹോൾ സ്ക്വയർ എലമെന്റ്സ് ആണ്, അല്ലെങ്കിൽ അത്രയും സബ്സെറ്റ്സ് ആണ് എവിടെ ഉണ്ടാവുക? A ക്രോസ് Aക്ക് ഉണ്ടാവുക. അത്രയും തന്നെ റിലേഷൻസ് ആയിരിക്കും എവിടെ ഉണ്ടാവുക? Aയിൽ നിന്നും Aയിലേക്ക് ഉണ്ടാവുക അല്ലെ. A ക്രോസ് Aയുടെ സബ്സെറ്റ്സിനെയാണ് നമ്മൾ റിലേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് n എന്ന് പറഞ്ഞ എലമെന്റ്സ്, n എലമെന്റ്സ് ഉള്ള ഒരു സെറ്റിൽ എത്ര റിലേഷൻസ് ഉണ്ടാവും എന്നാണ് ചോദ്യം. 2 ഇവിടെ n ഓഫ് A എന്ന് പറയുന്നതാണ് n ആയിട്ട് നമുക്ക് തന്നിട്ടുള്ളത്, n സ്ക്വയർ. അപ്പൊ 2n ദ ഹോൾ സ്ക്വയർ, അല്ലെങ്കിൽ 2n സ്ക്വയർ ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇത് നമ്പർ ഓഫ് റിലേഷൻസ്, ഡയറക്റ്റ് ആയിട്ട് ബൈനറി റിലേഷൻസ് എത്ര എണ്ണം ഉണ്ട് എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുലയാണ് അല്ലെ. ഇനി ഇതുപോലെ തന്നെ എത്ര റിഫ്ലെക്സീവ് റിലേഷൻ ഉണ്ട്, എത്ര സിമെട്രിക് റിലേഷൻ ഉണ്ട്, എത്ര ഇറിഫ്ലെക്സീവ് റിലേഷൻ ഉണ്ട്, എത്ര ആന്റി സിമെട്രിക് റിലേഷൻ ഉണ്ട്, എത്ര സിമെട്രിക് റിലേഷൻ ഉണ്ട്, ഇതൊക്കെ നോക്കാൻ നമുക്ക് ഫോർമുല ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ജസ്റ്റ് നോക്കി പോവാം. അതിന് മുമ്പ് നമ്മൾ ഈ പറഞ്ഞ പേരുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫെമിലറൈസ് ചെയ്തിരിക്കുക. ഒരു റിലേഷൻ ഇക്വാലൻസ് റിലേഷൻ ആണ് എന്ന് പറയണമെങ്കിൽ അതിന് എന്തൊക്കെ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം? ആ റിലേഷൻ റിഫ്ലെക്സീവ് ആയിരിക്കണം, സിമെട്രിക് ആയിരിക്കണം, ട്രാൻസിറ്റീവ് ആയിരിക്കണം. കഴിഞ്ഞ റിലേഷൻസിന്റെ ക്ലാസ്സിൽ നമ്മൾ ഇത് പറഞ്ഞതാണ്. റിഫ്ലെക്സീവ് റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? A എന്ന് പറയുന്ന സെറ്റിനകത്താണ് നമ്മൾ റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ ആ സെറ്റിലെ ഓരോ എലമെന്റ്സ് എടുത്താലും അതിന്റെ എല്ലാം ഐഡന്റിക്കൽ പെയർ എവിടെ ഉണ്ടാവണം? ആ റിലേഷനിൽ ഉണ്ടാവണം. For every element A belongs to A must belongs to R, then the relation is called reflexive. ഇപ്പൊ 3 എലമെന്റ്സ് ആണ് എയിൽ ഉള്ളതെങ്കിൽ ആ 3 എലമെന്റ്സിന്റെയും ഐഡന്റിക്കൽ പെയർ 1 2 3 ആണ് എലമെന്റ്സ് എങ്കിൽ 1 1 ഉണ്ടാവണം, 2 2 ഉണ്ടാവണം, 3 3 ഉണ്ടാവണം. മൂന്നും വേണം. ഏതെങ്കിലും ഒന്ന് ഇല്ല എങ്കിലും അത് റിഫ്ലെക്സീവ് ആവില്ല അല്ലെ. അപ്പൊ അതാണ് റിഫ്ലെക്സീവ് റിലേഷൻ എന്ന് പറയുന്നത്. ഈ സിമെട്രിക് റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സിമെട്രിക് റിലേഷൻസിൽ നമ്മൾ A എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ്സിന്റെ എണ്ണം അല്ലെങ്കിൽ അതിലെ എലമെന്റ്സ് ഒന്നും നമ്മൾ നോക്കണ്ട. നമ്മൾ ആകെ നോക്കേണ്ടത് ഓർഡേർഡ് പെയേഴ്സ് ഇൻ R, ആറിലെ എലമെന്റ്സ് മാത്രം നോക്കുക. ആറിൽ നിന്ന് നിങ്ങൾ ഒരു എലമെന്റ് സെലക്ട് ചെയ്യുക, 1 2 അല്ലെങ്കിൽ A1 A2 എന്ന് പറഞ്ഞൊരു എലമെന്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക. അത് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പെയർ A2 A1 അത് എവിടെ ഉണ്ടായിരിക്കണം? ആറിൽ തന്നെ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ റിലേഷൻ എന്ന് പറയും സിമെട്രിക് റിലേഷൻ ആണെന്ന് പറയും. ഏതൊരു പെയർ എടുത്താലും, ആറിലെ ഏതൊരു പെയർ എടുത്താലും അത് സിമെട്രിക് ആവണമെങ്കിൽ അത് റിവേഴ്സ് ചെയ്ത് കിട്ടുന്ന പെയറും അവിടെ ഉണ്ടാവണം. അപ്പൊ 1 2 എന്ന് പറഞ്ഞൊരു എലമെന്റ് ആറിൽ ഉണ്ടെങ്കിൽ ആ റിലേഷൻ സിമെട്രിക് ആവണമെങ്കിൽ 2 1 എവിടെ ഉണ്ടാവണം? ആറിൽ ഉണ്ടാവണം. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പൊ ആറിൽ നിന്നാണ് നിങ്ങൾ എലമെന്റ്സ് നോക്കേണ്ടത്. അവിടെ ഏഴ് എലമെന്റ്സിന്റെ എണ്ണം നോക്കണ്ട. അതിൽ ഇപ്പൊ 3 എലമെന്റ് ഉണ്ടെങ്കിലും 4 എലമെന്റ് ഉണ്ടെങ്കിലും ഒന്നും പ്രശ്നമില്ല. ആറിലുള്ള എലമെന്റ്സിന്റെ കാര്യം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, ദെൻ ട്രാൻസിറ്റീവ് ആവുക എന്ന് പറഞ്ഞാൽ എപ്പോഴാണ്? A1 A2 എന്ന് പറഞ്ഞൊരു എലമെന്റ്, A2 A3 എന്ന് പറഞ്ഞ എലമെന്റ്, രണ്ട് എലമെന്റുകൾ കണക്റ്റഡ് ആയിട്ടുള്ള രണ്ട് എലമെന്റുകളാണ് കേട്ടോ. A B B C. ഓക്കെ, A1 A2 A2 A3 അങ്ങനെയുള്ള രണ്ട് എലമെന്റുകൾ നമ്മൾ ആറിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അതിലെ ആ ഒരു മൂന്നാമത്തെ പെയർ A1 A3 എന്ന് പറഞ്ഞ എലമെന്റും എവിടെ ഉണ്ടായിരിക്കണം? ആറിൽ ഉണ്ടായിരിക്കണം. ആ റിലേഷനെയാണ് നമ്മൾ ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് പറയുക. ഇങ്ങനെ A1 A2 A2 A3 എന്ന് പറഞ്ഞ എലമെന്റ് നമുക്ക് സെലക്ട് ചെയ്യാനേ പറ്റുന്നില്ല എങ്കിൽ നമുക്ക് ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി വെരിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് അർത്ഥം.
ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി വെരിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ആ റിലേഷൻ എന്തായിട്ട് നമ്മൾ പറയും? ട്രാൻസിറ്റീവ് ആയിട്ട് തന്നെ പറയും. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്, അപ്പോൾ അത് ശ്രദ്ധിക്കാം. ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള പെയറുകൾ അതിനകത്ത് ഉണ്ട്, എന്നിട്ട് ട്രാൻസിറ്റീവ് അല്ലാതിരിക്കുക, അങ്ങനെയാണത് ട്രാൻസിറ്റീവ് ആവാതിരിക്കുക കേട്ടോ. അതായത് A1 A2 ഉണ്ട്, A2 A3 ഉണ്ട്, എന്നാൽ എന്തില്ല, A1 A3 ഇല്ല ആറിലെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് ട്രാൻസിറ്റീവ്. ഇങ്ങനെ എലമെന്റ് ചെക്ക് ചെയ്യാനേ പറ്റുന്നില്ല എങ്കിൽ ഇറ്റ് ഇസ് ഒബ്വിയസ്ലി ട്രാൻസിറ്റീവ്. ഓക്കെ, അപ്പൊ ഈ മൂന്ന് റിലേഷൻ, റിഫ്ലെക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ് റിലേഷൻസ് ഒന്നിച്ച് സാറ്റിസ്ഫൈ ചെയ്യുന്ന റിലേഷൻ ആണ് ഇക്വാലൻസ് റിലേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഇക്വാലൻസ് ആണ് എന്ന് പറയാനുള്ള കണ്ടീഷൻ ഇതാണ്, ഇറ്റ് മസ്റ്റ് ബി റിഫ്ലെക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. ഓക്കെ, ക്ലിയർ ആണല്ലോ ഇക്വാലൻസ് റിലേഷൻ. നെക്സ്റ്റ്, അതിന്റെ കൂടെ തന്നെ നമ്മൾ പഠിച്ചിരിക്കേണ്ട മറ്റ് 3 ടൈപ്പ് റിലേഷൻസും കൂടെ നിങ്ങൾ നോക്കി വെച്ചോളൂ. ഇർറിഫ്ലെക്സീവ് റിലേഷൻ. എന്താണ് ഇർറിഫ്ലെക്സീവ് റിലേഷൻ എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ എ എന്ന് പറയുന്ന എലമെന്റ് ക്യാപിറ്റൽ സെറ്റ് എയിൽ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എ മസ്റ്റ് നോട്ട് ബിലോങ്സ് ടു ആർ. എ ഒന്നും എവിടെ ഉണ്ടാവാൻ പാടില്ല? ആറിൽ ഉണ്ടാവാൻ പാടില്ല. ഫോർ എവറി എ ബിലോങ്സ് ടു എ. അതായത് എ എന്ന് പറഞ്ഞ സെറ്റിനകത്ത് നമ്മൾ 3 എലമെന്റ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ദെൻ ഈ ഒരു റിലേഷൻ നമ്മൾ പറയുമ്പോൾ ആ റിലേഷനകത്ത് 1 1 ഉണ്ടാവാൻ പാടില്ല, 2 2 ഉണ്ടാവാൻ പാടില്ല, 3 3 ഉണ്ടാവാൻ പാടില്ല, ഒരു എലമെന്റും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അതായത് ഇപ്പോൾ 2 3 ആൻഡ് 1 2 എന്ന് പറഞ്ഞ ഒരു റിലേഷൻ ആണെങ്കിൽ ഇത് നമ്മൾ എന്ത് പറയും? ഇർറിഫ്ലെക്സീവ് റിലേഷൻ എന്ന് പറയും. ഇതെന്താണ്? ഇർറിഫ്ലെക്സീവ് റിലേഷൻ ആണ്. കാരണം ഇതിനകത്ത് എന്തില്ല? ഐഡന്റിക്കൽ പെയറുകൾ ഒന്നും ഇല്ല, അല്ലെ? ഒന്നും ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, ഒരെണ്ണം ഉണ്ടെങ്കിൽ അത് ഇർറിഫ്ലെക്സീവ് ആവില്ല. ഓക്കെ, ഇനിയിപ്പോ R എന്ന് പറഞ്ഞ റിലേഷൻ നോക്കിക്കോളൂ. ഇതേ സെറ്റിൽ തന്നെ നമ്മൾ R1 R2 എടുക്കാന്ന് വിചാരിക്കുക. ഇവിടെ ഞാൻ 2 3 എടുത്തിട്ടുണ്ട്, പിന്നെ 1 1 ആണ് എടുത്തിട്ടുള്ളത് രണ്ടാമത്തത്. ഈ റിലേഷൻ നോട്ട് ഇർറിഫ്ലെക്സീവ്. ഇതെന്തല്ല? ഇർറിഫ്ലെക്സീവ് അല്ല. എന്തുകൊണ്ടാ? ഇവിടെ ഒരു പെയർ വന്നു ഐഡന്റിക്കൽ ആയിട്ട്, 1 1 വന്നു, അല്ലെ? 1 1 വരാൻ പാടില്ല, 2 2 വരാൻ പാടില്ല, 3 3 വരാൻ പാടില്ല. ഫോർ ഓൾ എ ബിലോങ്സ് ടു എ. ക്ലിയർ ആണേ? അതായത് ഈ റിലേഷൻ ഇർറിഫ്ലെക്സീവ് അല്ല. ഇനി ഞാനൊരു സംശയം ചോദിക്കട്ടെ, ഈ 2 റിലേഷനും റിഫ്ലെക്സീവ് ആണോ? ഈ 2 റിലേഷനും റിഫ്ലെക്സീവ് ആണോ? അല്ല, ഒബ്വിയസ്ലി ഒരിക്കലും ആയിരിക്കില്ല. കാരണം എ എന്ന് പറയുന്ന സെറ്റിൽ നമ്മൾ 3 എലമെന്റ്സ് ആണ് പറഞ്ഞത്. ആ 3 എലമെന്റ്സിന്റെയും ഐഡന്റിക്കൽ പെയറുകൾ 1 1 2 2 3 3 മൂന്നും ആ റിലേഷനിൽ ഉണ്ടെങ്കിലേ ആ റിലേഷൻ എന്താവുള്ളൂ? റിഫ്ലെക്സീവ് റിലേഷൻ ആവുള്ളൂ. ഇത് ഒരു കാരണവശാലും റിഫ്ലെക്സീവ് ആവാൻ പോകുന്നില്ല. കാരണം അത് ചെക്ക് ചെയ്ത് വേണ്ട നിങ്ങൾ. കാരണം ഇതിനകത്ത് ആകെ 2 എലമെന്റ്സേ ഉള്ളൂ, അല്ലെ? ഈ 2 റിലേഷനിലും 2 എലമെന്റ്സേ ഉള്ളൂ. അതുകൊണ്ട് ഒരിക്കലും അത് റിഫ്ലെക്സീവ് ആവില്ല. ആൻഡ് ആദ്യത്തെ റിലേഷൻ ഇർറിഫ്ലെക്സീവ് ആണ്, രണ്ടാമത്തെ റിലേഷൻ ഇർറിഫ്ലെക്സീവ് അല്ല എന്നും പഠിച്ചു വെക്കുക. ഇർറിഫ്ലെക്സീവ് എന്ന് പറഞ്ഞാൽ ഒരു ഐഡന്റിക്കൽ പെയറും ആ റിലേഷനിൽ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഇർറിഫ്ലെക്സീവ് എന്ന് പറയുള്ളൂ. ബെസ്റ്റ് എക്സാമ്പിൾ പറയുമ്പോൾ എക്സ് ലെസ് ദാൻ വൈ പറയാം. ഇവിടെ എക്സ് ലെസ് ദാൻ വൈ എന്ന് പറഞ്ഞാൽ ഒന്നും എക്സ് ചെറുതും വൈ വലുതുമാണ്, അല്ലെ? ഒരു കാരണവശാലും എന്തുണ്ടാവില്ല? ഐഡന്റിക്കൽ പെയറുകളൊന്നും അവിടെ ഉണ്ടാവില്ല. കാരണം 1 എഴുതി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ പെയർ ആയിട്ട് 1നേക്കാളും കൂടുതൽ വരുന്ന എലമെന്റ്സേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. 0 എഴുതി കഴിഞ്ഞാൽ 0നേക്കാളും വലിയ എലമെന്റ്സേ നമുക്ക് y ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരു കാരണവശാലും അതിൽ ഐഡന്റിക്കൽ പെയർ ഉണ്ടാവില്ല. ഇതൊരു റിഫ്ലെക്സീവ് റിലേഷൻ എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ചില റിലേഷൻസ് റിഫ്ലെക്സീവ് ആവാം, ചില റിലേഷൻസ് ഇർറിഫ്ലെക്സീവ് ആവാം, ഇർറിഫ്ലെക്സീവ് അല്ലാതിരിക്കാം. ഓക്കെ, ഇത് രണ്ടും കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഐഡന്റിക്കൽ പെയർ ഒന്നും ഇല്ല എങ്കിൽ അത് ഇർറിഫ്ലെക്സീവ്. ഐഡന്റിക്കൽ പെയർ എല്ലാം ഉണ്ടെങ്കിൽ അത് റിഫ്ലെക്സീവ്. ഐഡന്റിക്കൽ പെയർ ഒന്നുണ്ട് പിന്നെ 2 ഇല്ല എന്നൊക്കെ ആണെങ്കിൽ അത് രണ്ടും അല്ല, റിഫ്ലെക്സീവ് അല്ല, ഇർറിഫ്ലെക്സീവ് അല്ല. ഓക്കെ, ഓർത്ത് വെച്ചോളൂ കേട്ടോ. അടുത്തത് ആന്റി സിമെട്രിക് റിലേഷൻ. ആന്റി സിമെട്രിക് റിലേഷൻ എന്ന് പറഞ്ഞാൽ സിമെട്രിക് റിലേഷനുമായിട്ട് കണക്ട് ചെയ്ത് പറയുന്നതാണ്. അതിൽ ഇത്രയേ ഉള്ളൂ. എ എന്ന് പറയുന്ന AB എന്ന് പറഞ്ഞ ഒരു എലമെന്റ് ആറിലുണ്ട്. അതുപോലെ തന്നെ അതിന്റെ റിവേഴ്സ് പെയറും BA എന്ന് പറഞ്ഞ എലമെന്റും ആറിലുണ്ട്. പക്ഷെ അത് ഓൺലി വെൻ A is equal to B ആവുമ്പോൾ മാത്രം. അതായത് സിമെട്രിക് ആവുന്നത് ഐഡന്റിക്കൽ പെയറുകൾക്ക് മാത്രം ആണ് എങ്കിൽ ആ റിലേഷനെ നമ്മൾ എന്ത് പറയും? ആന്റി സിമെട്രിക് റിലേഷൻ എന്ന് പറയും. അതായത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ A എന്ന് പറഞ്ഞ ഒരു സെറ്റ് 1 2 3 ആണ് A എന്ന് പറഞ്ഞ സെറ്റ്. അതിനകത്ത് നമ്മൾ ഡിഫൈൻ ചെയ്ത R1 എന്ന് പറഞ്ഞ റിലേഷൻ ഇവിടെ 1 1 ഉണ്ട്, 2 3 ഉണ്ട്. ഈ റിലേഷൻ എന്താണ്? ഇറ്റ് ഈസ് ആന്റി സിമെട്രിക്. ആന്റി സിമെട്രിക് ആണ്. കാരണം ഇത് സിമെട്രിക് ആവുന്ന പെയർ ഏതിന് മാത്രം സിമെട്രിക് ആവുന്നത്? 1 1 മാത്രമേ സിമെട്രിക് ആവുള്ളൂ, അല്ലെ? 1 1 എടുത്തു, അത് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാലും 1 1 തന്നെയാണ് നമുക്ക് കിട്ടുക. അപ്പൊ 1 1 and 1 1 ബിലോങ്സ് ടു R ഓൺലി വെൻ 1 is equal to 1. കറക്റ്റ് ആണല്ലേ? പിന്നെ 2 3യുടെ കാര്യം നോക്കൂ. 2 3 എടുത്ത് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ 3 2 ആണ് കിട്ടുക. 3 2 ഇവിടെ ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇത് എന്താണ്? ആന്റി സിമെട്രിക് റിലേഷൻ ആണ്. ആൻഡ് ഇത് സിമെട്രിക് ആണോ? അല്ല, അല്ലെ? നോട്ട് എ സിമെട്രിക്. നോട്ട് സിമെട്രിക്. എന്തുകൊണ്ടാ സിമെട്രിക് അല്ല എന്ന് പറയുന്നത്? ഇറ്റ് ഇസ് നോട്ട് സിമെട്രിക് ബിക്കോസ് ഇവിടെ 2 3 ഉണ്ട്. 2 3യുടെ റിവേഴ്സ് പെയർ ഇവിടെ ഇല്ല.
ഇനി സപ്പോസ് R2 is equal to 1 1 and 2 2. 1 1 and 2 2. ഇത് ആന്റിസിമെട്രിക് ആണോ? ആന്റിസിമെട്രിക് ആണ്. കാരണം ഇതിനകത്ത് സിമെട്രിക് ആവുന്ന പേരുകൾ 1 1 ഉം 2 2 ഉണ്ട് അല്ലെ. അതായത് 1 1 എടുത്ത് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാലും 1 1 അത് അവിടെ ഉണ്ട്. 2 2 എടുത്ത് റിവേഴ്സ് ചെയ്താലും 2 2 അത് അവിടെ ഉണ്ട്. കാരണം A equal to B ആവുമ്പോൾ മാത്രമാണ് ഇത് സിമെട്രിക് ആവുന്നത്. ആൻഡ് ഈസ് ഇറ്റ് സിമെട്രിക്? ആണ് അല്ലെ. റിവേഴ്സ് പെയറുകളൊക്കെ എല്ലാത്തിന്റെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. 1 1 ന്റെ റിവേഴ്സ് പെയർ 1 1 തന്നെ, 2 2 ന്റെ റിവേഴ്സ് പെയർ 2 2 തന്നെ. ഇറ്റ് ഈസ് സിമെട്രിക് ആൻഡ് ആന്റിസിമെട്രിക്. അപ്പൊ ഈ റിലേഷൻ സിമെട്രിക്കും ആണ് ആന്റിസിമെട്രിക്കും ആണ്. കൺഫ്യൂഷൻ ആവരുത്, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. സിമെട്രിക്കും ആണ് ആന്റിസിമെട്രിക്കും ആണ്. ഓക്കെ, ഇനി വേറൊരു കേസും കൂടെ നോക്കിക്കോളൂ നിങ്ങൾ. ഇപ്പോൾ 2 3 മാത്രമേ വരുന്നുള്ളൂ വിചാരിക്കുക. R3 എന്ന് പറഞ്ഞ റിലേഷനകത്ത് 2 3 മാത്രമേ വരുന്നുള്ളൂ. ഇസ് ഇറ്റ് സിമെട്രിക്? Is it symmetric? No, it is not symmetric because 2 3 യുടെ റിവേഴ്സ് പെയർ 3 2 ഓടെ ഇല്ല. It is not symmetric. Is it antisymmetric? Is it antisymmetric? Yes, it is antisymmetric. കാരണം 2 3 and 3 2 ഓടെ ഇല്ല. അതായത് റിവേഴ്സ് പെയറുകൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഓൺലി ഫോർ A equal to B ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അത് ആന്റിസിമെട്രിക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇത് ആന്റിസിമെട്രിക് അല്ല, സിമെട്രിക് അല്ല. ആൻഡ് ഇതിനകത്ത് ഐഡന്റിക്കൽ പെയർസ് ഒന്നുമില്ല. ആൻഡ് ഇത് ആന്റിസിമെട്രിക് ആണ്. ഓക്കെ, ദിസ് ഇസ് അഗൈൻ ആന്റിസിമെട്രിക്. ക്ലിയർ അല്ലേ? അപ്പൊ ആന്റിസിമെട്രിക് അല്ലാത്തത് ഏത് എന്ന് ചോദ്യം ഉണ്ടാവും. ഏതാണ് ആന്റിസിമെട്രിക് അല്ലാത്തത്? R4 എന്ന് പറഞ്ഞ റിലേഷൻ എടുത്തോളൂ നിങ്ങൾ. 2 3 ആൻഡ് 3 2. ഇതെന്താണ്? ഇറ്റ് ഇസ് സിമെട്രിക്. ഇത് സിമെട്രിക് ആണ്, ബട്ട് നോട്ട് ആന്റിസിമെട്രിക്. ആന്റിസിമെട്രിക് അല്ല. കാരണം ഇതിന്റെ റിവേഴ്സ് പെയർ 2 3 എടുത്തു കഴിഞ്ഞാൽ റിവേഴ്സ് പെയർ 3 2 ഇവിടെ ഉണ്ട്, ഈ R4 ഉണ്ട്. therefore it is symmetric but not antisymmetric. ഐഡിയ കിട്ടിയോ? അപ്പോ ഇതാണ് സിമെട്രിക് ആന്റിസിമെട്രിക് റിലേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു റിലേഷനും കൂടെ ഉണ്ട്, അതും കൂടെ നോക്കി വെച്ചോളൂ. അസിമെട്രിക് റിലേഷൻ. എന്താണ് അസിമെട്രിക് റിലേഷൻ എന്ന് പറയുന്നത്? A relation on R is said to be asymmetric for all AB belongs to R, BA does not belongs to R. For all AB belongs to R. AB എന്ന് പറയുന്ന ഒരു പെയർ, അത് ഐഡന്റിക്കൽ ആവാം ആവാതിരിക്കാം. ഏത് പെയർ നിങ്ങൾ ആറിൽ എടുത്താലും അതിന്റെ ഒന്നും റിവേഴ്സ് പെയർ എവിടെ ഉണ്ടാവാൻ പാടില്ല? ആറിൽ ഉണ്ടാവാൻ പാടില്ല. അങ്ങനത്തെ റിലേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയാ? അസിമെട്രിക് റിലേഷൻ എന്ന് പറയാം. അപ്പൊ ഈ കാണുന്ന എക്സാമ്പിളുകളിൽ ഏതൊക്കെയാണ് അസിമെട്രിക് ഒന്ന് നോക്കി നോക്കൂ. ഈ കാണുന്ന നമ്മൾ എഴുതിയിട്ടുള്ള എക്സാമ്പിളുകളിൽ അസിമെട്രിക് ആയിട്ടുള്ള റിലേഷൻ ഏതാണ്? ഇത് R1 അസിമെട്രിക് ആണോ? അല്ല. കാരണം ഇവിടെ 1 1 ഉണ്ട്, അത് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ 1 1 തന്നെ കിട്ടും, അതിനകത്തുണ്ട്. അതുകൊണ്ട് ഇത് അസിമെട്രിക് അല്ല. നോട്ട് അസിമെട്രിക്. നോട്ട് അസിമെട്രിക്, ബട്ട് ഇറ്റ് ഇസ് ആന്റിസിമെട്രിക് അല്ലെ. ആന്റിസിമെട്രിക് ആണ്, സിമെട്രിക് അല്ല നമ്മൾ പറഞ്ഞു. R2 ന്റെ കേസ് നോക്കൂ. R2 ന്റെ കേസിൽ 1 1 ഉണ്ട്, 2 2 ഉണ്ട്. ഇറ്റ് ഇസ് നോട്ട് അസിമെട്രിക്. നോട്ട് അസിമെട്രിക്. അസിമെട്രിക് അല്ല, കാരണം റിവേഴ്സ് പെയർ അവിടെ ഉണ്ടല്ലോ. പിന്നെ R3 ആന്റിസിമെട്രിക് ആണ്, ബട്ട് ഇറ്റ് ഈസ് ഓൾസോ അസിമെട്രിക്. എന്തല്ല, അവിടെ റിവേഴ്സ് പെയർ ഇല്ല, അസിമെട്രിക് ആണ്. ആൻഡ് വാട്ട് അബൌട്ട് ദിസ്? ഇതും നോട്ട് അസിമെട്രിക്. കാരണം ഇവിടെ റിവേഴ്സ് പെയർ ഉണ്ട്, 2 3 ന്റെ റിവേഴ്സ് പെയർ 3 2 ഉണ്ട്. നോട്ട് അസിമെട്രിക്. അപ്പൊ ഇവിടെ ആകെ അസിമെട്രിക് ആയിട്ടുള്ളത് ഏത് മാത്രമാണ്? ഈ 2 3 എന്ന് പറഞ്ഞ പെയർ മാത്രം. ഇനി വേറൊരു റിലേഷൻ R5 നിങ്ങൾ എഴുതുകയാണ്. ഇറ്റ് ഇസ് 1 2 ആൻഡ് 1 3 ആൻഡ് 2 3. ഇതെന്താണ്? ഇത് ഏതൊക്കെയാണ്? Is it asymmetric? Yes, it is asymmetric. ഇത് അസിമെട്രിക് ആണ് അല്ലെ. ഇതിന്റെ ഒന്നും റിവേഴ്സ് പെയർ ഇവിടെ ഇല്ല. ആൻഡ് is it antisymmetric? Yes, it is antisymmetric. കാരണം ഇവിടെ സിമെട്രിക് ആവുന്നത് ഐഡന്റിക്കൽ പെയറുകൾക്ക് മാത്രമായിരിക്കണം. ഐഡന്റിക്കൽ പെയറുകൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഇറ്റ് ഇസ് ഓൾവേസ് ആന്റിസിമെട്രിക്. Is it symmetric? Not asymmetric. അല്ലെ, സിമെട്രിക് അല്ല, കാരണം ഒന്നിന്റെ റിവേഴ്സ് പെയർ ഇല്ല. നോട്ട് സിമെട്രിക്. ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണോ? ആന്റിസിമെട്രിക് അസിമെട്രിക് റിലേഷൻസ്. ഓക്കെ, ദെൻ നമുക്ക് ഇതിലെ നമ്പർ ഓഫ് റിലേഷൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടത്. നോക്കി വെച്ചോളൂ. ഇപ്പോൾ ഒരു സെറ്റ് ഉണ്ട്, ആ സെറ്റിൽ n എലമെന്റ്സ് ആണുള്ളതെന്ന് വിചാരിക്കുക. നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ സെറ്റ് ഇസ് n. ദെൻ നമ്പർ ഓഫ് റിഫ്ലെക്സീവ് റിലേഷൻസ് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ നോക്കേണ്ടത്. നമ്പർ ഓഫ് റിഫ്ലെക്സീവ് റിലേഷൻസ് പറഞ്ഞാൽ 2n² - n ആണ് നമ്പർ ഓഫ് റിഫ്ലെക്സീവ് റിലേഷൻസ്. നമ്പർ ഓഫ് സിമെട്രിക് റിലേഷൻസ് എന്താണ്? 2n² + n/2 ആണ്. പവർ ആണ് കേട്ടോ, ഈ n² + n/2. അതുപോലെ തന്നെ റിഫ്ലെക്സീവ് ആൻഡ് സിമെട്രിക്, റിഫ്ലെക്സീവ് ആണ് സിമെട്രിക് ആണ് എന്ന് പറയുന്നത് n² - n/2. ഓക്കെ, ശ്രദ്ധിക്കണേ. ആന്റിസിമെട്രിക് റിലേഷൻസ് 2n × 3n² - n/2. ഇതാണ് ആന്റിസിമെട്രിക് റിലേഷൻസിന്റെ എണ്ണം. അസിമെട്രിക് റിലേഷൻസിന്റെ എണ്ണം 3n² - n/2.
ഓക്കെ, 2 റേസ് ടു n ഇവിടെ ഇല്ല, അത് മാത്രം. ഇനി ഇറഫ്ലെക്സീവ് റിലേഷൻസിന്റെ എണ്ണം 2 റേസ് ടു n സ്ക്വയർ മൈനസ് n. അത് റിഫ്ലെക്സീവ് റിലേഷൻസിന്റെ എണ്ണവും ഇറഫ്ലെക്സീവ് റിലേഷൻസിന്റെ എണ്ണവും സെയിം ആണ് കേട്ടോ. 2 raised to n square minus n. And neither reflexive nor irreflexive 2 raised to n square, അതായത് ടോട്ടൽ റിലേഷൻസ് മൈനസ് 2 times 2 raised to n square minus n. അതായത് റിഫ്ലെക്സീവ് റിലേഷനും കുറയ്ക്കണം, ഇറഫ്ലെക്സീവ് റിലേഷനും കുറയ്ക്കണം. അതാണ് 2 times 2 raised to n square minus n എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതാണ് neither reflexive nor irreflexive. ഇത്രയും ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇത്രയും ഫോമുല നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ സാധ്യതകളുണ്ട്. അപ്പോൾ നോക്കാം ഇതിനെ ബാക്കി ക്വസ്റ്റ്യൻസ്. ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ മുമ്പ് ചെയ്തത്, ബാക്കി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മുതൽ നമുക്ക് ചെയ്ത് നോക്കാം. നമ്പർ ഓഫ് റിലേഷൻസ് ഓൺ എ സെറ്റ് എ വിത്ത് 4 elements. 4 elements ഉള്ള സെറ്റ് എത്ര റിലേഷൻസ് ഉണ്ട് എന്നാണ് ചോദ്യം. 2 raised to n square റിലേഷൻസ് കാണും. 2 raised to 4 square it is 2 raised to 16 റിലേഷൻസ് കാണും. 2 raised to 16 ഓപ്ഷൻ സി. ബുദ്ധിമുട്ടുകളില്ലല്ലോ, എളുപ്പമല്ലേ പഠിക്കാൻ. അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ദ നമ്പർ ഓഫ് റിഫ്ലെക്സീവ് റിലേഷൻസ്. റിഫ്ലെക്സീവ് റിലേഷൻസ് 2 raised to n square minus n. ഇവിടെ n a എന്ന് പറഞ്ഞ സെറ്റിനകത്ത് എത്ര എലമെന്റ്സ് ഉണ്ട്? 3 എലമെന്റ്സ് ഉണ്ട്. 2 raised to 3 square minus 3, that is 2 raised to 9 minus 3, 2 raised to 6. 2 raised to 6 is 64. ഓപ്ഷൻ ഡി കറക്റ്റ് അല്ലേ? എളുപ്പമാണ് ചെയ്യാൻ, ബുദ്ധിമുട്ടില്ല. ആ നമ്പർ ഓഫ് റിലേഷൻസിന്റെ ഫോർമുല മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ദ നമ്പർ ഓഫ് സിമെട്രിക് റിലേഷൻസ്. നമ്പർ ഓഫ് സിമെട്രിക് റിലേഷൻസ് 2 raised to n square plus n by 2 അല്ലെ? സിമെട്രിക് റിലേഷൻസിന്റെ എണ്ണം ഇവിടെ n എന്ന് പറഞ്ഞാൽ 3 ആണ്. 2 raised to 9 plus 3 by 2, that is equal to 2 raised to 12 by 2, that is 2 raised to 6. 2 raised to 6 is 64. Option D. Okay. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. The number of irreflexive relations on a set with 2 elements. Irreflexive എന്ന് പറയുമ്പോൾ 2 raised to n square minus n, that is equal to 2 raised to 2 square 4 minus 2, that is equal to 2 square. 4 റിലേഷൻസ് ഉണ്ടാവും അല്ലെ? 2 square. ഓപ്ഷൻ ബി. എളുപ്പമല്ലേ ചെയ്യാൻ, ബുദ്ധിമുട്ടില്ല. ആറാമത്തെ ക്വസ്റ്റ്യൻ. The number of reflexive relations on a set with 11 elements. 2 raised to n square minus n, 2 raised to 11 square minus 11, 2 raised to 121 minus 11, 2 raised to 110 അല്ലെ? 110. ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. എളുപ്പം ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. The number of reflexive as well as symmetric relations on a set with 14 elements. ഇതിന് എന്താണ് ഫോർമുല? 2 raised to n square minus n by 2 അല്ലെ? നമ്പർ ഓഫ് റിഫ്ലെക്സീവ് ആസ് വെൽ ആസ് സിമെട്രിക് റിലേഷൻ നോക്കണം, ഒന്ന് ചെക്ക് ചെയ്തേക്കാം. നമ്പർ ഓഫ് റിഫ്ലെക്സീവ് ആൻഡ് സിമെട്രിക്. 2 raised to n square minus n by 2 നോക്കാം. എത്രയാണ് വരിക? 14 ആണ്. അപ്പൊ 2 raised to 14 square minus 14 by 2. 2 raised to 14 എന്ന് പറയുമ്പോൾ 14 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 196 അല്ലെ? 2 raised to 196 minus 14 by 2, that is equal to 2 raised to 196 minus 14 എന്ന് പറയുമ്പോൾ 182 വരും. 182 by 2, that is 2 raised to 182 by 2 എന്ന് പറഞ്ഞാൽ 91 അല്ലെ? 2 raised to 91 റിഫ്ലെക്സീവ് ആസ് വെൽ ആസ് സിമെട്രിക് റിലേഷൻസ് ഉണ്ടാവും. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പൊ ഇത്രയും ഫോർമുല യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമ്പർ ഓഫ് റിലേഷൻസ്. അപ്പോൾ അതിനകത്ത് കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഇതുപോലെ നമ്പർ ഓഫ് എലമെന്റ്സ് എടുത്തിട്ട് നോക്കിയിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി. ആ ഫോർമുല ക്ലിയർ ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് ഈ ഒരു ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിനകത്ത് പഠിക്കാനുള്ളത് പാർഷ്യൽ ഓർഡറിംഗ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട്, പിന്നെ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉണ്ട്, പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്ലൂഷൻ ആൻഡ് എക്സ്ക്ലൂഷൻ ഉണ്ട്. അത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. താങ്ക് യു.